യുവരാജ് ഗോകുൽ, ഈ ക്യൂബ ഇറക്കിയ വിശദീകരണക്കുറിപ്പ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. സാധാരണ വിശദീകരണക്കുറിപ്പിലൂടെ കൂടുതൽ വ്യക്തത വരുത്തുകയല്ലേ വേണ്ടത്. പക്ഷെ നോക്കൂ, ഇവർ പറയുന്നത് ഇത് അൺപ്ലാൻഡ് അപ്പിയറൻസ് എറ്റ് അവർ റീസെൻറ്റ് ഇവൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മളിത് കാലേക്കൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് അല്ല. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അഫ്രീദിയുടെയും അതുപോലെ ഉമറിൻ്റെയും സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വിളിക്കാതെ വന്ന് കയറിയതാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവർ കൃത്യമായിട്ട് പറയുന്നു, പാകിസ്ഥാൻ എന്നുള്ള പേരൊന്നും പറയുന്നില്ല. റിഗാർഡിംഗ് ദി പ്രസൻസ് ഓഫ് 2 prominent cricketers from a neighboring country at our event held on May 25, 2025 at പാഡ് ദുബായ് എന്നുള്ളതാണ്. പാഡ് എന്ന് പറഞ്ഞാൽ പാക് അസോസിയേഷൻ ദുബായ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പേരെവിടെയും പരാമർശിക്കുന്നില്ല. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അഫ്രീദിയും അതുപോലെ ഈ ഉമർ ഗുല്ലൊക്കെ ക്ഷണിക്കാതെ വന്ന് ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കും എന്ന് സാമാന്യ ബോധമുള്ളവർ അത് കരുതുമോ? തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ശരി. ഞാൻ ശ്രീ ആരിഫ് ഹുസൈൻ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തുടർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടുണ്ട്. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെയും ആ തീവ്രവാദികളെ വളർത്തുവാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് നേരെയും ആ തീവ്രവാദികൾക്ക് വെള്ളവും വളവും വളക്കൂറും എല്ലാം നൽകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യം തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ ആ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുമാണ്. പാകിസ്ഥാനിലുള്ള ഒരു സാധാരണ മനുഷ്യനും ഒരു സിവിലിയനും ഇന്ത്യയുടെ ശത്രുവല്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നമ്മളത് ആവർത്തിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പാകിസ്ഥാനിലേക്ക് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു തരത്തിലും സിവിലിയൻ മേഖലകളിൽ അറ്റാക്ക് നടത്തുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അത്രയധികം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് സഹകരിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്. ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്റർ അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെക്കാളും വലിയ ചിയർ ലീഡറായിട്ട്, അവരുടെ ഒരു ചിയർ ലീഡറായിട്ട് മാറുകയും പാകിസ്ഥാനിലെ തെരുവുകളിലൂടെ പാകിസ്ഥാൻ്റെ ഇല്ലാത്ത വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് റാലി നടത്തുവാനും ഇന്ത്യ സർക്കാർ യാതൊരു തെളിവുമില്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് എന്നൊക്കെ ഉള്ള പച്ച നുണ ലോകത്തോട് വിളിച്ചു പറയുവാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ആഗോളതലത്തിൽ നമ്മളിപ്പോൾ ഒരു നറേറ്റീവ് വാർ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പാകിസ്ഥാനോടല്ല, ഒരു പരിധിവരെയും പാകിസ്ഥാൻ്റെ പുറകിൽ നിൽക്കുന്ന ചൈനയോടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പലർക്കും സംശയം തോന്നും, ഇപ്പോൾ ഇത്രയധികം ഡെലിഗേഷൻസിനെ ഇത്രയധികം രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോയെന്ന്. ഈ പാറ്റയെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ AK-47 ഒന്നും എടുത്ത് ഫയർ ചെയ്യേണ്ട കാര്യമല്ലോ, കൂടത്തിനടിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് അടിച്ചാൽ മതിയെന്നോ പറയുമല്ലോ. അപ്പോൾ പാകിസ്ഥാനെതിരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും വലിയ ഒരു സംഗതിയൊന്നും നമ്മൾ ഇറക്കി വിടേണ്ടുന്ന കാര്യമൊന്നുമല്ല. പകരം പാകിസ്ഥാൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ നറേറ്റീവ് വേറെ. നമുക്കറിയാം, ചൈനയുടെ ആയുധങ്ങളാണ് വീണുപോയിരിക്കുന്നത്. ചൈന കൊടുത്തിരിക്കുന്ന വെപ്പൺസ് ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ക്രാഷ് ആവുകയും ഇന്ത്യൻ വെപ്പൺസിന് ഗ്ലോബൽ മാർക്കറ്റിൽ വില ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഇടിച്ചു കാണിക്കുവാൻ വേണ്ടിയിട്ട് ചൈന ഒരു നറേറ്റീവ് വാർ ഫൈറ്റ് ചെയ്യുകയാണ്. ഇവിടെ പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ ആർമിയുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ, ഇന്ത്യയിലെ സാധാരണ സിവിലിയൻസ് അവർക്കൊപ്പമാണ് എന്നുള്ളതാണ്. അത് ഇവിടുത്തെ പല ഒപ്പോസിഷൻ ലീഡേഴ്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ക്രിക്കറ്ററെ അവിടെ വരുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ഈവൻ്റ് പുറം ലോകം ഇത്രയധികം അഫ്രീദി അവിടെ വരികയും അഫ്രീദിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന സാധനം ലോകത്തോട് പറയുന്നത് പാകിസ്ഥാനിലെ ജിയോ TV ആണ്. അപ്പോൾ
അത് വളരെ പ്ലാൻഡായിട്ട് അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു ചാനൽ മാത്രം അവിടെ കടന്നു വരികയും അവരുടെ ക്യാമറ മാത്രം വരികയും അത് ഷൂട്ട് ചെയ്യുകയും അത് ലോകത്തോട് പറയുകയും ഇന്ത്യൻസ് പാകിസ്ഥാൻകാരനായ ഷാഹിദ് അഫ്രീദിക്ക് വേണ്ടി ചീറിയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ അവരൊരു നറേറ്റീവ് സെറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു. ഇവിടെ ഈ നമ്മുടെ ഡോക്ടർ ജിയുടെ പണ്ടത്തെ ഒരു ഇതുണ്ടല്ലോ, ഡോക്ടർ ജിയെ പണ്ട് നമ്മുടെ RSSൻ്റെ സ്ഥാപകനായിരുന്ന ഡോക്ടർ ജിയെ പണ്ട് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് കോടതിയിൽ വെച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അന്നത്തെ ജഡ്ജി, ബ്രിട്ടീഷുകാരുടെ ജഡ്ജി തിരിച്ചു പറയുന്നത് ദിസ് എക്സ്പ്ലനേഷൻ ഈസ് മോർ സെഡീഷ്യസ് എന്നാണ്. അതായത് നിങ്ങളിപ്പോൾ തന്നിരിക്കുന്ന ഈ വിശദീകരണമാണ് ഏറ്റവും വലിയ കുറ്റം എന്നാണ് പറയുന്നത്. അതുപോലെയാണ് അവർ അവിടെ നടത്തിയിരിക്കുന്ന ഈ പറയുന്ന ആഘോഷത്തിനേക്കാളും വലിയ കുഴപ്പമാണ് അവർ പുറത്തു വിട്ടിരിക്കുന്ന അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരെടുത്ത് പറയാൻ പോലും അവർ തയ്യാറാവുന്നില്ലേ. നൈബറിംഗ് നേഷൻ, എന്തോ ഡിസ്പ്യൂട്ട് അവിടെ നടക്കുന്നു, ബോർഡർ ഡിസ്പ്യൂട്ട്. എന്ത് ഇവർക്ക് ബോധമില്ലേ? ഈ വിദ്യാഭ്യാസത്തിനൊപ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഈ ക്വാളിറ്റി താഴേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് വലിയൊരു നുണയാണ്. എന്താണ്? ഇവർ വലിഞ്ഞു കയറി അവിടേക്ക് വന്നതാണ്, ഞങ്ങളാരും വിളിച്ചു വരുത്തിയതല്ല. നോക്കൂ, ഇപ്പോൾ ജനം TV തുടക്കത്തിൽ കാണിച്ച വീഡിയോയെക്കാളും കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് ആ വീഡിയോയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ദീപു എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾ ഈ പേര് ശ്രദ്ധിക്കണം, ദീപു എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഈ അലുമിനി അസോസിയേഷൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ചാർജാണ്. ആ ഓർഗനൈസേഷൻ്റെ പേര് എനിക്കറിയാമായിരുന്നു, പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ആ അലുമിനി അസോസിയേഷൻ്റെ ആളാണ്. ഈ ക്യൂബയുടെയും പാരൻ്റൽ ഓർഗനൈസേഷനായിട്ട് വരുന്ന അലുമിനികളുടെ മുഴുവനായിട്ടുള്ള അവരുടെ ഒരു ഫ്രട്ടേണിറ്റിയുടെ മുഴുവൻ ഹെഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ദീപു. ഈ ദീപു ആണ് അതിനകത്തൊരു ഒരു ഓൾമോസ്റ്റ് ഒരു ബ്ലൂ പോലത്തെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇയാളെ അഫ്രീദിയെ പുറത്ത് നിന്ന് ആനയിച്ചകത്തേക്ക് കൊണ്ടുവരുന്നത് ആ ഫുൾ വീഡിയോയിൽ വിസിബിളാണ്. വിളിച്ചുകൊണ്ട് വരികയും സ്റ്റേജിലേക്ക് കയറ്റുകയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നിർത്തിവെക്കുകയും മൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുടെ പേര് ദീപു എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുസാറ്റിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്ഥിരം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അലുമിനിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് വന്നിട്ട് ഇന്ത്യൻ എംബസി മോശമാണ്, ഇന്ത്യ ഗവൺമെൻറ് മോശമാണ്, അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കുക എന്ന് പറയുന്നതാണ് ഇയാളുടെ കാലങ്ങളായിട്ടുള്ള പണി എന്ന് പറയുന്നത്. ഇയാൾ ഈ അഫ്രീദി അവിടെ നിന്ന് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് വേദിയിൽ കയറ്റി നിർത്തുന്നത് കൃത്യമായിട്ടും ഒരു ഗെയിം പ്ലാനാണ്. ആ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് വേൾഡിൻ്റെ മുമ്പിൽ എന്താണ്, ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ ഇന്ത്യൻ ജനത അഫ്രീദിക്ക് വേണ്ടി ചിയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ നറേറ്റീവ് വാർ റൺ ചെയ്യുന്നവരും അവരുടെ പ്രോക്സികളായിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന ക്യൂബ മുകുന്ദന്മാരും കൂടി ചേർന്നിട്ടുള്ള ഒരു അൺഹോളി അലയൻസ് ആണ്. ഇതിൻ്റെ പുറകിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. ആ കോൺസ്പിറസിയുടെ ബാക്കി പത്രമായിട്ട് നമ്മളിതിന് അത്ര നിസാരമായിട്ട് അങ്ങ് എഴുതി തള്ളിക്കളയേണ്ടുന്നൊരു കാര്യമല്ല. കാരണം ഇത് ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഈവൻ്റ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഈവൻ്റ് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈവൻറ്റിന് ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഈവൻറ്റിനെ ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. അതിൻ്റെ കാരണം അത് അവരുടെ ഇൻട്രസ്റ്റിനെ ഫേവർ ചെയ്യുന്നു എന്ന് പാകിസ്ഥാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഈ പറയുന്ന ചാനലുകൾ ഉൾപ്പെടെ അവിടെ എത്തുന്നു, അതും പാകിസ്ഥാൻ്റെ ചാനൽ മാത്രം അവിടെ എത്തുന്നു, ഈ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് കളിക്കാർ അവിടെ എത്തുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ അഫ്രീദിയെ ചിയർ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് പാകിസ്ഥാൻ ഇത്രയധികം എന്താണ് പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടെ ഒരു കളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ, ഉമർ ഗുൽ എന്ന് പറയുന്ന. ഉമർ ഗുൽ അത്ര നിസ്സാരക്കാരനായിട്ടുള്ള ആളൊന്നും അല്ല. 2020 ക്രിക്കറ്റിൽ ആദ്യമായിട്ട് 5 വിക്കറ്റ് നേടുന്ന കളിക്കാരനാണ് ഉമർ ഗുൽ എന്ന് പറയുന്നത്. ഈ ഉമർ ഗുല്ലിനെ എന്താ ഇവർ അതുപോലെ ചിയർ ചെയ്യാത്തത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, അഫ്രീദി അവിടെ തീവ്രവാദികളുടെ ചിയർ ലീഡറായിട്ട് പുറത്തിറങ്ങി ബഹളം വയ്ക്കുകയും ആഘോഷിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ ആ അഫ്രീദിക്ക് ഇന്ത്യൻ ജനത കൈയടിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ
എന്ത് കിട്ടുള്ളൂ? അവർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ജനത പാകിസ്ഥാൻ്റെ ഒപ്പമാണ് എന്നുള്ള ഒരു നറേറ്റീവ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മളിതിനെ അത്ര നിസാരമായിട്ട് കണ്ടു കളയേണ്ടുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ പുറകിൽ വലിയൊരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസിയെ നയിച്ചിരിക്കുന്നത് ഈ ദീപുവിനെ പോലെയുള്ള ക്യൂബ മുകുന്ദന്മാരാണ്. ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് എന്ത് അലയൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം, ഇവരെന്ത് കോൺസ്പിറസിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൂടുതൽ ഗുരുതരമായിട്ട് അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ്.